ബൈബിൾ ദൈവത്തിൻ്റെ കൊട്ടാരമായി ചിത്രീകരിച്ചാൽ ഉൽപ്പത്തി പുസ്തകം ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വീകരണമുറി, പുറപ്പാട് നിയമനിർമ്മാണമുറി, ലേവ്യ പുസ്തകം ആരാധനാലയം, യോശുവ മുതൽ എസ്തേർ വരെ ചരിത്രരേഖകൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന മുറി, ഇയ്യോബ് തത്വജ്ഞാനികളുടെ സമ്മേളന സ്ഥാനം, സങ്കീർത്തനം സംഗീതമുറി, സദൃശ്യവാക്യങ്ങൾ പഠനശാല, സഭാപ്രസംഗി പ്രസംഗമുറി, ഉത്തമഗീതം രാജാവിൻ്റെ മണിയറ, യെശയ്യാ മുതൽ മലാഖി വരെയുള്ള പ്രവചന പുസ്തകങ്ങൾ കൊട്ടാരത്തിൻ്റെ മുകൾ നിലയിലേക്ക് കയറുമ്പോൾ അവിടെ പ്രവാചകന്മാർ ദൂരദർശിനികളുമായി ഉദയനക്ഷത്രമായ മശിഹ ഉദയം ചെയ്യുന്നതും തുടർന്ന് നിത്യത വരെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് രേഖയാക്കി വച്ചിരിക്കുന്നു. സുവിശേഷങ്ങൾ. പ്രവാചക സദസ്സ് കടന്നു ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ 4 വ്യത്യസ്ത ഭാവങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന വലിയ ഹാളിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ 4 ചുവരുകളിലും യേശുക്രിസ്തുവിൻ്റെ 4 വ്യത്യസ്ത രൂപങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മത്തായി രാജപദവിയിലുള്ള ചിത്രം, മർക്കോസ് ശുശ്രൂഷിക്കുന്ന ദാസൻ്റെ ചിത്രം, ലൂക്കോസ് ഉത്തമനായ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ ചിത്രം, യോഹന്നാൻ ദൈവത്തിൻ്റെ തേജസ്സാകുന്ന കർത്താവിൻ്റെ മഹത്വപൂർണമായ ചിത്രം, അപ്പോസ്തല പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവാഹത്താൽ പ്രവർത്തന മണ്ഡലത്തിലേക്ക് വ്യാപിക്കുന്ന ഊർജോൽപാദന കേന്ദ്രം അഥവാ പവർ സ്റ്റേഷൻ. ലേഖനങ്ങൾ. റോമർ മുതൽ യൂദ വരെയുള്ള ലേഖനങ്ങൾ ക്രിസ്തീയ സഭ എങ്ങനെ ചിട്ടയും ക്രമവുമായി പ്രയോജനമുള്ള ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുക്കണം എന്നുള്ള നിയമാവലി എഴുതി സൂക്ഷിച്ചിരിക്കുന്ന മുറി. വെളിപ്പാട്. രാജാവിൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്ന വിശാലവും മനോഹരവുമായ മുറി. ലേഖന എഴുത്തുകാരുടെ മുറിയിൽ നിന്നും ഉയരത്തിലേക്ക് എടുത്തു വെക്കുന്ന കാൽ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ കവാടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ കൊട്ടാരം സന്ദർശിക്കുന്ന ഏതൊരുവനും അനുഗ്രഹിക്കപ്പെടുവാനും രാജാവിനോട് കൂടെ നിത്യകാലം വാഴുവാനും ഇടയാകുന്നതാണ്.